ഗുഡ് മോർണിംഗ് ഏട്ടാ. ഗുഡ് മോർണിംഗ്. എണീക്കുന്നില്ല? ദേവി മീൻ പറിച്ച് മൂടി കിടക്കണു. ഇന്ന് ഷൂട്ടില്ല ഗൈസ്, ഫുൾ റെസ്റ്റ് അല്ലേ? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അങ്ങനെ ദേ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. എനിക്ക് വിശന്നപ്പോൾ ഞാൻ ദേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ദേ മടിച്ച് ദേ കിടക്കണു. അതിൻ്റെ ഇടയിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് രാമലീല ഉണ്ടായിരുന്നു പടം, അപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുവാണ്. ഹായ് കുട്ടാ. എന്താണ് കുട്ടി? പോണ്ടേ? പോണം. ലെറ്റ്സ് ഗോ. യാ, ലെറ്റ്സ് ഗോ. വാ. അങ്ങനെ ദേ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ പോവാണ്. ഇത് ഒരു ഈവനിങ് ടൈം ആട്ടോ. ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, 6 o'clock ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഞങ്ങളിന്ന് ഫുൾ റെസ്റ്റ് ആയിരുന്നു. രാവിലെ തൊട്ട് റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് പോവാം, ലുലുവിലേക്കാണ്. അപ്പോൾ ഡിന്നറും അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് മൂവിക്ക് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ ദേ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വെറുതെ ഒരു ഡ്രൈവ് ഒക്കെ പോയി, കാരണം 10 മണിക്കല്ലേ സിനിമ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ പറ. നമ്മൾ ആദ്യം നമ്മൾക്ക് ലുലുല് പോകാം, പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ലുലുല് PVRല് പോകാം. ഞങ്ങള് ഗെറ്റ് സെറ്റ് ബേബി കാണാൻ പോവാ ഗൈസ്. ഞങ്ങൾ ഇന്നലെ ഓഫീസർ കണ്ടു, ഇന്ന് ഗെറ്റ് സെറ്റ് ബേബി കാണാൻ പോവാം അല്ലേ? കുറേ കാലത്തിന് ശേഷം ശരിക്കും പറയുന്നത്, കാലകോ കുറേ കാലത്തിന് ശേഷം ഇന്നാന്നൊന്ന് ഒഴിവ് കിട്ടിയത്. അതെ, അപ്പം നമ്മൾ മൂവിക്ക് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ രാത്രിയായി. പിടിച്ചേ. നമ്മൾ രാത്രി ഇങ്ങനെ നടന്ന് 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 നമ്മളെ വണ്ടി ഓപ്പൺ. ഒന്നും കാണുന്നില്ല ഗൈസ്, ക്ലാരിറ്റി. എന്ത് ചെയ്യും? 10 മണിക്ക് പടം. ഞങ്ങൾ നേരത്തെ എത്തി. ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ മറ്റേ ഫ്ലവർ ഷോ എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ടല്ലേ? അതാകെ 2 ഫ്ലവറിന്റെ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ മറ്റേ പെറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അവിടെ ഡെക്കറേറ്റ് ചെയ്തൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ എന്താ അവസ്ഥ എന്നറിയില്ല. ഫ്ലവർ ഷോ ആണല്ലേ? അപ്പൊ നമുക്ക് ചുമ്മാ നോക്കാം. വെജ് ആയതുകൊണ്ട് ഒരു ഓപ്ഷനും ഇല്ല ഗൈസ്. ഓപ്ഷനുണ്ട്, എന്നാലും മറ്റേൻ്റെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ വെള്ളം വരുന്നേ. ഈ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസാണ് ഗൈസ്. അങ്ങനെ ഇത് നമ്മുടെ പനീർ വന്നു. നമ്മൾ കുമ്പളങ്ങി പനീർ പാരഗണത്ത് ഭയങ്കര മസ്റ്റ് ട്രൈ ഒരെണ്ണമാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ അത്. അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെയിൻ കോഴ്സ് വന്നു. പുട്ട്, പിന്നെ പനീർ, മാംഗോ കറി, അപ്പം,
ഇത്രയായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 പുഴുങ്ങിയ മുട്ടയും കൂടെ പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ പുട്ടാണ് പറഞ്ഞത്, ഏട്ടൻ അപ്പമാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫിഷ് മാംഗോ കറീൻ്റെ സെയിം ഫ്ലേവർ തന്നെ, പക്ഷേ അതിൽ പനീറാണ് ഇട്ടേക്കുന്നതെന്ന് മാത്രം. വെജിറ്റേറിയൻസിന് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കറി അതാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങി പനീർ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫുഡായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ നോമ്പ് എടുക്കുന്ന സമയം അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനൊക്കെ വന്ന പേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻസ് ഭയങ്കര കുറവല്ലേ, എന്ത് കഴിക്കുന്നൊക്കെ. ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോൺ വെജൊക്കെ മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്യാരമല്ലേ പേരകളിൽ പേരകൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത് പോകുന്നത്. പേരകളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ വന്നിരുന്നത്. പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തു. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ദേവി ചേച്ചിയുടെ കൂടെ പോയി ട്രൈ ചെയ്തൊരു സാധനമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അത് തന്നെയായിരുന്നു. കുമ്പളങ്ങി പനീർ സ്റ്റാർട്ടറാണ്. അടിപൊളിയാണ്, ഭയങ്കര മസ്റ്റ് ട്രൈ ആണ്, നല്ല സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ചത് പനീറിൻ്റെ തന്നെ മാംഗോ കറി, അതായത് ഫിഷ് മാംഗോ കറി ഇല്ലേ, ഫിഷ് മാംഗോ കറിയുടെ സെയിം സാധനം തന്നെ, സെയിം ഗ്രേവി, അതെ, ഫിഷിന് പകരം പനീറാണെന്നുള്ളത്. അപ്പോൾ അതേ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നവർക്ക് അത് കഴിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. പച്ചമാങ്ങ പച്ചമാങ്ങ ജ്യൂസ്, പക്ഷെ കൊള്ളാം. പ്രത്യേകം പറയണം, സോൾട്ടഡ് ആക്കണം എന്ന് പറയണം. അത് കൊള്ളായിരുന്നു. പിന്നെ ഞാൻ അപ്പം, ഇവിടെ പുട്ടായിരുന്നു. അപ്പം പിന്നെ അറിയാലോ, ഇവിടുത്തെ അപ്പവും ഫിഷ് മാംഗോ കറിയും ഫേമസ് ആണ്. അതും പനീർ മാംഗോ കറിയാണ് ഞാൻ കഴിച്ചത്. കൊള്ളായിരുന്നു, അത് നല്ലൊരു സംഭവമായിരുന്നു. ഓപ്ഷൻസ് കുറവാണ് വെജിറ്റേറിയൻസിന്, പക്ഷെ എല്ലാ ഓപ്ഷൻസും അടിപൊളിയാണ്. ഈ കുമ്പളങ്ങി പനീർ അടിപൊളി, എനിക്ക് ഭയങ്കര സ്റ്റാർട്ടർ ഉണ്ട്, അതും നല്ലതാണ്. അതും കൊള്ളായിരുന്നു. അത് ഞങ്ങൾ മുമ്പ് പറഞ്ഞ ദേവിച്ചേച്ചിയുടെ കൂടെ പോയപ്പോഴാണ് അത് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ വയറ് ഫുള്ളായിട്ട് നടക്കാൻ പറ്റും. ഞങ്ങൾ നോർമലി പാരഗണി പോകുമ്പോൾ അങ്ങനെ വെജിറ്റേറിയൻ നോക്കാറില്ല. ചേച്ചിയുടെ കൂടെ പോയി തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫിഷ് മാംഗോ കറി, അല്ലെങ്കിൽ നേരെ ലഗോൺ ചിക്കൻ ബിരിയാണി, ഞാൻ മട്ടൻ ബിരിയാണി. എന്താ പറ്റിയത്? ഫുഡ് വയറ് നിറഞ്ഞിട്ടാണ് ഫുള്ള് വെള്ളിയാണല്ലോ ഇത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്ക് നടക്കാം, ഫുഡ് കഴിച്ച പാടല്ലേ. എനിക്കിന്ന് ഫുള്ള് റെസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ടേബിൾ പിടിച്ചിടാന്നിരിക്കുക ഗൈസ്, അല്ലേ? അപ്പൊ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ദഹിക്കും, മനസ്സിലായി. പക്ഷെ എനിക്ക് വയ്യുന്നു, എനിക്ക് റെസ്റ്റ് ഡേ ആന്നൊക്കെ. അതുകൊണ്ടൊന്നും ഒരു പണി എടുക്കില്ല, ഒന്നും എടുത്തില്ല, ഫുൾ ടൈം കിടന്നുറങ്ങി. പിന്നെ കുറേ ദിവസമായിട്ട് ഒരു ദിവസം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് കിട്ടിയൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഫുള്ള് റെസ്റ്റ് എടുത്തു. അപ്പം അങ്ങനെയൊക്കെയാണ്. ഫുള്ളായി കാരണം പച്ചമാങ്ങ കഴിക്കാൻ പറ്റാണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. ഇനി കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ സമയം നോക്കിയിരിക്കുക. ഭക്ഷണം കഴിച്ച് ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ അത്രയും നേരം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ പടത്തിന് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. 10 മണിക്കാണ് പടം. ഞങ്ങളിപ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ ഫുഡ് കോർട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ പിന്നെ അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇല്ല ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂവി കണ്ടിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു പടം? നോർമൽ ഒരു നടക്കുന്ന ഒരു സ്റ്റോറി അല്ലേ. ഞങ്ങൾ ലുലുവിന്ന് പുറത്തോട്ട് പോകുന്നു എല്ലാവരും. ഇല്ല, ലാസ്റ്റ് നമ്മളിന്ന് കുറച്ച് നേരത്തെ അല്ലേ, 10:45 പടം കഴിയുമ്പോൾ 1:45 2 മണി. മണിക്കൂറിനല്ലേ കൂടുന്നത്.
നിനക്ക് ബില്ലൊന്നും വേണ്ട നമുക്ക്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഭയങ്കര ലൈറ്റില് ഈ ചുവന്നൊന്നും പാർക്കിങ്ങിലല്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഷൂട്ടില്ലാത്ത ദിവസത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.